ആദ്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ ബൈറ്റൊന്ന് കേൾക്കാം. സാറേ, പോലീസിനെ തിരുത്താനല്ല നിങ്ങൾ ശ്രമിച്ചത്, നിങ്ങൾ ഈ ദൃശ്യങ്ങൾ പിടിച്ചു വയ്ക്കാനാണ് ശ്രമിച്ചത്. സാർ, ഈ ദൃശ്യം പുറത്തു വന്നതോടുകൂടി എത്ര ദൃശ്യങ്ങളാണ് പിന്നീട് പുറത്തേക്ക് വന്നത്? എത്ര പരാതികളാണ് പുറത്തേക്ക് വന്നത്? ഇവിടെ പറഞ്ഞല്ലോ, കുന്നംകുളത്ത് പീച്ചിയിൽ നിങ്ങളുടെ LC സെക്രട്ടറിയുടെ കരണക്കുറ്റിക്കിട്ടല്ലേ പോലീസ് അടിച്ചത്. എന്നിട്ട് ഏരിയ സെക്രട്ടറി വന്നിട്ട് മാറ്റിയ പരാതിയില്ല. ആ പാവം പറയും എന്നെ മാറ്റിക്കോളാൻ പറഞ്ഞു LC സെക്രട്ടറി സ്ഥാനത്ത് നിന്ന്. എന്റെ കരണക്കുറ്റിക്ക് ഒത്തുതീർപ്പിന് പോയതാ പോലീസ് സ്റ്റേഷനിൽ. മൂവാറ്റുപുഴയുടെ കാര്യം മാത്യു കൊല്ലനാടൻ പറഞ്ഞു. കോഴിക്കോട് ലീഗ് നേതാവിന്റെ കരണത്തടിക്കുന്ന ദൃശ്യങ്ങൾ വന്നു. തിരുവനന്തപുരത്ത് പാവപ്പെട്ട ഒരു സ്ത്രീയെ കക്കൂസിന് വെള്ളം എടുത്ത് കുടിക്കാൻ ഒരു ദളിത് സ്ത്രീയോട് പറഞ്ഞ നാണം കെട്ട പോലീസാണ് നിങ്ങളുടെ. 20 മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ നിരപരാധിയായൊരു ദളിത് യുവതിയെ ഇരുത്തിയിട്ട് വെള്ളം കുടിക്കാൻ ചോദിച്ചപ്പോ കക്കൂസിൽ പോയി വെള്ളം എടുത്ത് കുടിക്കാൻ പറഞ്ഞ നാണം കെട്ട പോലീസാണ് നിങ്ങളുടെ പോലീസ്. നാണം കെട്ട പോലീസ്. നിങ്ങൾ അരിമ്പൂരിൽ, പിന്നെ അന്തിക്കാട് തോർത്തിൽ കരിക്ക് ചുരുട്ടിയിട്ട് ഇടിച്ചത് ഇവൻ ആരാണ്? ആക്ഷൻ ഹീറോ ബിജുവാ. സിനിമയിൽ കാണുന്നത് പോലെ കരിക്ക് കെട്ടിയിട്ടാണ്. നിസ്സാര കേസിലാണ്. ചെറിയൻകീഴിൽ പെപ്പർ സ്പ്രേ. നിങ്ങൾ എന്നു മുതലാണ് കരിക്കും പെപ്പർ സ്പ്രേയും പോലീസിന്റെ ആയുധമാക്കി അംഗീകരിച്ചത്? ശ്രീ രാധാകൃഷ്ണൻ ചെറുവല്ലി, വി ഡി സതീശൻ പറഞ്ഞിടത്തു നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഈ പോലീസ് മർദ്ദനത്തിന് വിധേയനായ ഒരാൾ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ, മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് പോലീസിൻ്റെ ക്രൂരതകൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് പോലീസിന് സംഭവിച്ചിരിക്കുന്നത്? പോലീസിനെ അങ്ങനെ കയറൂരി വിട്ടിരിക്കുകയാണ്? ആദ്യമായി എനിക്ക് പറയാനുള്ളത്, ലോക്കപ്പ് മർദ്ദനങ്ങൾ കൊടിയ മനുഷ്യാവകാശ ലംഘനങ്ങളാണ്. പ്രതിയാകട്ടെ, സംശയത്തിൻ്റെ പേരിൽ ചോദ്യം ചെയ്യാൻ വിളിക്കുന്ന ആളുകളാവട്ടെ, അവർ കുറ്റക്കാരാണെങ്കിൽ ശാസ്ത്രീയമായിട്ടാണ് തെളിയിക്കേണ്ടത്. ഒരു കാരണവശാലും അവരെ ലോക്കപ്പ് മർദ്ദനത്തിന് വിധേയമാക്കാൻ പാടില്ല. അത് രാജ്യത്തെ നിയമമാണ്. അതിന് എതിരെ പ്രവർത്തിക്കുന്ന അത് ഏത് പോലീസുകാരനാണെങ്കിലും നിയമപരമായ നടപടിക്ക് വിധേയമാകേണ്ടി വരും. അത് അങ്ങനെ തന്നെ ഈ ഗവൺമെൻറ് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രി അത് പറയുകയും ചെയ്തു. LDF ഗവൺമെൻറ് വന്നതിന് ശേഷം 144 പോലീസുകാരെ സർവീസിൽ നിന്ന് റിമൂവ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഈ പോലീസിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്തുക എന്നുള്ളത് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. കേരളത്തിലെ പോലീസ് നമ്മുടെ രാജഭരണത്തിൻ്റെയും ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൻ്റെയും തുടർച്ചയെന്ന നിലയ്ക്ക് തന്നെ നിലനിൽക്കുന്നതാണ്. നിരവധി യത്നങ്ങൾ ഈ പോലീസിൻ്റെ നവീകരണത്തിനായി കൊണ്ടുവന്നിട്ടുണ്ട്. ഇടതുപക്ഷ ഗവൺമെൻറ് കാലത്ത് തന്നെ സ്റ്റേഷനിൽ വരുന്ന ആളുകൾക്ക് അവരെ മര്യാദയ്ക്ക് പെരുമാറണമെന്നും ഫ്രണ്ട് ഓഫീസ് ഉണ്ടാവുകയും ഇരിക്കാൻ കസേര കൊടുക്കണമെന്ന് പറയുകയൊക്കെ ചെയ്ത പരീക്ഷണങ്ങൾ, ജനമൈത്രി പോലീസ്, ഇൻറ്റൻസീവ് ട്രെയിനിങ്, ഇതെല്ലാം കൊടുത്തിട്ടും ചില ആക്ഷൻ ഹീറോ ബൈജുമാരോ അതിങ്ങനെ പോലീസിനകത്ത് നിലനിൽക്കുന്നുണ്ട്. അത് ഈ ഇടിച്ചു തീർക്കുക എന്നുള്ള ഒരു ആണധികാരത്തിൻ്റെ എലമെൻറ്റ് അതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. അത് ഇപ്പോൾ ഇടതുപക്ഷക്കാരൻ നിലയ്ക്ക് നമ്മുടെ ഒരു ടെർമിനോളജിയിൽ ഈ ഭരണകൂടത്തിൻ്റെ ഒരു ഉപകരണമാണ് ഈ പോലീസ്. അത് ഭരണകക്ഷിയുടെ ആശയങ്ങൾ മാത്രം നടപ്പിലാക്കുന്ന ഒന്നല്ല. അധികാരത്തിൻ്റെ മുഷ്ക് പലപ്പോഴും അവർ പ്രകടിപ്പിക്കാറുണ്ട്. അതേസമയം നമ്മുടെ നാട്ടിന് അനിവാര്യമായൊരു ഫോഴ്സാണ്. ലോ ആൻഡ് ഓർഡർ നിലനിർത്താൻ അവരുടെ സേവനം അനിവാര്യമാണ്, ഏറ്റവും നവീകരിക്കപ്പെടേണ്ടതുണ്ട്. വളരെ വേഗം മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ വളരെ പ്രാകൃതമായ രീതിയിലേക്ക് ചുവടുമാറാൻ പാടില്ല തന്നെ.